വെൽക്കം. സൈമനാണ്. കണ്ണിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ ആണ് കണ്ണിനെ കുറിച്ച്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐബോളിന്റെ സ്ട്രക്ചർ, ഈ പടം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഐബോളിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ കണ്ണിന്റെ ഉള്ളിലെ ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള റെറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ റെറ്റിനൽ ലെയറിനെ കുറിച്ച് വിശദമായിട്ടാണ് നമ്മൾ കാണുക. സോ ഇത് കണ്ണിന്റെ മൂന്നാമത്തെ ലെയർ ആണ്, അകത്തുള്ള മൂന്നാമത്തെ ലെയർ ആണ്. അപ്പോൾ അതിന് പുറത്തുള്ള ഈ റെഡ് കളർ എന്ന് പറയുന്നത് കോറോയിഡ് ലെയർ ആണ്. കോറോയിഡ് ലെയർ ആണ്. ഇത് ബ്ലഡ് സപ്ലൈ, റെഡ് കളറിൽ വരച്ചിരിക്കുന്നത് ബ്ലഡ് സപ്ലൈ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റെഡ് കളറിൽ വരച്ചത്. ബ്ലഡ് സപ്ലൈ ഉള്ള ലെയർ ആണ്. ആൻഡ് ഇവിടെ റെറ്റിനയുടെയും ഉള്ളിൽ ഉള്ളത് പിന്നെ ഉള്ളത് വിട്രിയസ് ചേംബർ ആണ്. ഇതിനകം വിട്രിയസ് ചേംബർ ആണ്, വിട്രിയസ് ബോഡി എന്ന് പറയും. ഒരു ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആണ് ഉള്ളത് നമുക്കറിയാം. സോ റെറ്റിന എന്ന് പറയുന്നത് അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദിസ് കോറോയിഡ് ലെയർ ആൻഡ് ദിസ് വിട്രിയസ് ബോഡി, ഇതിന് രണ്ടിനും ഇടയിലാണ്. ആൻഡ് റെറ്റിന ഇവിടെ വന്നാണ് അവസാനിക്കുക, ആന്റീരിയർലി. ആൻഡ് ഇവിടെ വന്ന് അവസാനിക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ ഓറാ സെറേറ്റ എന്നാണ് നമ്മൾ പറയാം, ഓറാ സെറേറ്റ. സോ ഇവിടം വരെയാണ് റെറ്റിനൽ ലെയർ ഉള്ളത്. ഈ റെറ്റിനൽ സെൽ ലെയർ ആണ് കണ്ണടിക്കുന്ന പ്രകാശത്തെ, കണ്ണിനകത്ത് ഇവിടെ ഇതിലേക്കൂടി വരുന്ന പ്രകാശം റെറ്റിനയിൽ അടിക്കും. ഇതിനെ കെമിക്കൽ സിഗ്നൽ ആക്കും ആദ്യം, അതിനുശേഷം അതിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി ന്യൂറോണിലൂടെ കടത്തി ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ എത്തിക്കുക. സോ ഇതിന്റെ പണിയാണ് ഈ റെറ്റിന ചെയ്യുക. സോ ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ. റെറ്റിനെ നമ്മൾ സാധാരണ രീതിയിൽ എത്ര ലെയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലെയേഴ്സ് ആണ് പറയാം. 10 ലെയർ ഉണ്ട്. പക്ഷേ 10 ലെയർ ഒറ്റയടിക്ക് അങ്ങ് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കപ്പോൾ ആദ്യം 2 ലെയർ ആക്കാം. റെറ്റിന പ്രധാനമായിട്ടും 2 ലെയർ ആക്കാം. ഒന്ന് ഒരു എപ്പിത്തീലിയൽ ലെയർ ആക്കാം, എപ്പിത്തീലിയൽ ലെയർ. So there is an epithelial cell layer. Then രണ്ടാമത്തതാണ് ന്യൂറോണൽ സെൽ ലെയർ. ന്യൂറോണൽ സെൽ ലെയറും എപ്പിത്തീലിയൽ സെൽ ലെയറും എന്ന രീതിയിൽ നമ്മൾ രണ്ടാക്കി. ഈ ന്യൂറോണൽ സെൽ ലെയർ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഇത് ഒറ്റ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. സോ ദിസ് റെറ്റിന ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. കണ്ണിനകത്തെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് റെറ്റിന എന്ന് പറയാം. നമുക്ക് ആദ്യം ഔട്ടർമോസ്റ്റ് എപ്പിത്തീലിയൽ സെൽ ലെയറും തുടങ്ങാം. ഞാൻ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. എപ്പിത്തീലിയൽ സെൽ ലെയർ ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു എപ്പിത്തീലിയൽ സെൽ ലെയർ ആണ്. ഇത് അടുത്ത എപ്പിത്തീലിയൽ സെൽ ലെയർ ആണ്. ഓക്കെ, ഇത് അടുത്തത് ഇങ്ങനെ വളരെ ടൈറ്റ് ആക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന എപ്പിത്തീലിയൽ സെൽ ലെയർ ആണ്. സോ ദീസ് സെൽസ് ഹാവിംഗ് ടൈറ്റ് ജംഗ്ഷൻസ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ബ്ലഡ് വെസൽസ് ആണ് ഇവിടെ വരുന്നത്. കോറോയിഡ് ലെയർ ആണ്. സോ ബ്ലഡ് വെസൽസ് ഇവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ ലെയറിനെ നമ്മൾ ഔട്ടർ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ ഓർ റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ എന്നും വിളിക്കും. സോ റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ കോറോയിഡ് ബ്ലഡ് വെസൽസ് കഴിഞ്ഞ് റെറ്റിന സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ലെയർ ആണ്. സോ ദിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. സോ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് പിഗ്മെന്റ്സ്. അതുകൊണ്ടാണ് അതിനെ പിഗ്മെന്റഡ് എന്ന് വിളിക്കുക. പിഗ്മെന്റ് ഏതാണ്? പിഗ്മെന്റ് മെലാനിൻ ആണ്. സോ വൺ ഫംഗ്ഷൻ ഓഫ് ദിസ് ഈസ് ടു അബ്സോർബ് സ്ട്രേ. ഇതിനകത്ത് പിഗ്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ സ്ട്രേ ലൈറ്റ്സ്, സ്ട്രേ റേഡിയേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട്, സ്ട്രേ ലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് വൺ ഓഫ് ദ അൺവാണ്ടഡ് ലൈറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഒരു ഫംഗ്ഷൻ. ആൻഡ് ഈ സെൽസ് തമ്മിൽ ഞാൻ പറഞ്ഞു ഭയങ്കര ടൈറ്റ് ജംഗ്ഷൻ ആണ്, നോട്ട് ഗ്യാപ്പ് ജംഗ്ഷൻ അല്ല. ഒന്നും ഇവിടെ നിന്ന് ബ്ലഡിൽ നിന്ന് ഒന്നും ഇതിനകത്തേക്ക് കടക്കില്ല. എന്തെങ്കിലും ഇപ്പുറത്തേക്ക് എത്തണമെങ്കിൽ അത് ഏത് വഴി മാത്രമേ കടക്കത്തുള്ളൂ? ഓൺലി ത്രൂ ദിസ് എപ്പിത്തീലിയൽ സെൽ ലെയറിൽ കൂടെ മാത്രമേ കടന്നു പോകുകയുള്ളൂ. ആൻഡ് അപ്പോ റെറ്റിന ഇവിടെയൊക്കെ ബ്ലഡ് വെസൽസ് ഇല്ലെങ്കിൽ അപ്പോൾ ഇതിനകത്തുള്ള ഫുഡ്, ന്യൂട്രീഷൻ എല്ലാം കൊടുക്കേണ്ട ഡ്യൂട്ടി കൂടി ഈ ലെയറിനാണ്. സോ ഫുഡ്, ന്യൂട്രീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൊടുക്കേണ്ട ഡ്യൂട്ടി കൂടി ഈ റെറ്റിനൽ എപ്പിത്തീലിയൽ സെൽ ലെയറിന്. ആൻഡ് ഇത് ടൈറ്റ് ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബാരിയർ കൂടിയാണ്, ഒന്നും കടന്നു പോകില്ല. ബ്ലഡിൽ നിന്ന് റെറ്റിനയിലേക്ക് ഒന്നും കടന്നു പോകാതെ ഇരിക്കുക കൂടി ചെയ്യുക. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ബ്ലഡ് റെറ്റിനൽ ബാരിയർ എന്ന് വിളിക്കാം. സോ ബ്ലഡ് റെറ്റിനൽ ബാരിയർ ഉണ്ടാക്കുന്നതും ഈ സെല്ലാണ്. ഇനിയും കുറച്ച് ഫംഗ്ഷൻ കൂടി പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത സെൽ ലെയർ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം പറയാം. സോ ഇതാണ് നമ്മുടെ സെൽ ലെയർ നമ്പർ 1. ഒരു ലെയർ നമ്മൾ പറഞ്ഞു. ഇനി ഇതോട് ചേർന്ന് അടുത്ത സെൽ ലെയറുകൾ ഇവിടെ വരുന്നത് റോഡ്സ് ആൻഡ് കോൺസ് ആണ്. റോഡ്സ് ആൻഡ് കോൺസ് നമുക്കറിയാം, ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ട ഫോട്ടോ പിഗ്മെന്റ് ഉള്ള ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ ആണ്. സോ അടുത്ത ലെയറിനെ നമ്മൾ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നില്ല, ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ ആണ് അടുത്ത ഭാഗം. നമുക്കൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ ഒന്ന് റോഡ്
റോഡ് ഉണ്ട്, ഒന്ന് കോൺ. സോ റോഡ്സും കോൺസും. റോഡ് നമുക്ക് ആദ്യം വരയ്ക്കാം. റോഡ് എന്ന് പറയുമ്പോൾ അവരുടെ പേരിൽ തന്നെ റോഡ് എന്നാണ്, അല്ല റോഡ്. സോ ഇറ്റ് ഹാസ് ടു ബി റോഡ് ഷേപ്പ്. ഞാൻ വലുതായിട്ട് ആദ്യം വരയ്ക്കുകയാണ്. അതിനൊരു ഔട്ടർ സെഗ്മെന്റ് ഉണ്ട്, പിന്നെ ഒരു ഇന്നർ സെഗ്മെന്റ് ഉണ്ട്. കോൺസിനും അതേപോലെ ഔട്ടർ സെഗ്മെന്റ് ഉണ്ട്, ദെൻ ഇന്നർ സെഗ്മെന്റ്. ദെൻ പിന്നെ അതിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്ന ഒരു ഭാഗം, ഇവിടെ ന്യൂക്ലിയസ് ഇരിക്കുന്ന ഭാഗം. ദെൻ പിന്നെ അത് പോയി അവസാനിക്കുന്ന ഒരു ഭാഗം, എൻഡ് ചെയ്യുന്ന ഭാഗം. ഇതാണ് റോഡ്സ് എന്ന് പറയും. സോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഫോട്ടോ പിഗ്മെന്റ്സ് ഉള്ളത്. റോഡ് ഫോട്ടോ പിഗ്മെന്റ് റോഡോപ്സിൻ എന്ന് പറയുന്ന സംഭവമാണുള്ളത്. റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണുള്ളത്. ആൻഡ് രണ്ടാമത്തത് കോൺസ് ആണ്. കോൺസ് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ വേറെ കളർ എടുക്കാം. കോൺസ് നമ്മൾ വരയ്ക്കുമ്പോൾ കോൺ ഷേപ്ഡ് ആയിരിക്കും വരയ്ക്കുക, അല്ല കോൺ ഷേപ്ഡ്. സോ അത് നമ്മൾ ഈ ഭാഗം ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ, ഒരു കോണിക്കൽ ഷേപ്പ് വരയ്ക്കുക. ഇങ്ങനെ വന്നു. ഔട്ടർ ഇതിനുണ്ട് ഔട്ടർ സെഗ്മെന്റ്, ദെൻ ഒരു ഇന്നർ സെഗ്മെന്റ് ഉണ്ട്, ദെൻ ഒരു ന്യൂക്ലിയർ സെല്ലർ ഉണ്ട്, ദെൻ എൻഡ് ചെയ്യുന്ന ഭാഗം. എൻഡ് ചെയ്യുന്ന ഭാഗം കുറച്ച് ആക്സോണൽ എൻഡ് പറയാം. സോ ഇതാണ് റോഡ്സും ഇതാണ് കോൺ. സോ ഇതിന്റെയും ഈ പ്ലീറ്റ്സ്, സെല്ലിന്റെ പ്ലീറ്റ്സ് ആണ്. സെൽ മെംബ്രെയിൻ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഇത് 10,000-ഓളം പ്ലീറ്റ്സുകൾ ഉണ്ട്. സോ ഈ പ്ലീറ്റ്സുകളെ നമ്മൾ രണ്ടിന്റെ ആയാലും ഡിസ്ക് എന്നാണ് പറയാ. ഡിസ്കുകൾ ആണ് ഉള്ളത്. ആൻഡ് ഈ പ്ലീറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടായിരിക്കും. പ്ലീറ്റ്സ് നശിച്ചപ്പോ ദിവസം 1 to 3 പ്ലീറ്റ്സ്, ദിവസമല്ല മണിക്കൂറിൽ ഓരോ 1 to 3 പ്ലീറ്റ്സുകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും, പുതിയത് വന്നുകൊണ്ടിരിക്കും. ആൻഡ് ദർ കണ്ടെയ്ൻ സം പിഗ്മെന്റ്സ് കോൾഡ് ആസ്. റോഡ്സിലാണെങ്കിൽ റോഡോപ്സിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് ഉണ്ടാവുക. ആൻഡ് ഈ പിഗ്മെന്റ് റോഡോപ്സിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഓപ്സിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഓപ്സിൻ. ആൻഡ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ്, ലെവൻസിസ് റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി. അതിവിടെ ഉണ്ട്, കോൺസിലും റോഡ്സിലും ഉള്ള കാര്യമാണ് പറയാം. ഇവിടെ പക്ഷെ റോഡോപ്സിൻ എന്നല്ല നമ്മൾ പറയാ. ഇവിടെ നമ്മൾക്ക് റോഡോപ്സിന് പകരം നമുക്ക് ഫോട്ടോപ്സിൻ എന്ന് പറയാം. ഫോട്ടോപ്സിൻ ജനറൽ ആയിട്ടാണ്. അത് ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നീല വെളിച്ചത്തിനാണെങ്കിൽ 420 വേവ് ലെങ്ത് അനുസരിച്ചിട്ടാണ് അതിനോട് പ്രതികരിക്കുന്ന പിഗ്മെന്റ് ഉണ്ടാകും. പച്ച വെളിച്ചം ഒരു 560 നാനോമീറ്ററിനോട് പ്രതികരിക്കുന്നുണ്ടായിരിക്കും. ചുവന്ന വെളിച്ചത്തോട് പ്രതികരിക്കുന്ന, സോ ബ്ലൂ, ഗ്രീൻ ആൻഡ് റെഡ്, ഈ 3 കളറിനോടും പ്രതികരിക്കുന്ന പിഗ്മെന്റ്സുകൾ ഉണ്ട്. ഉദാഹരണം അയഡോപ്സിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ദെൻ സയാനോപ്സിൻ ഗ്രീനോട് പ്രതികരിക്കുന്ന സയാനോപ്സിൻ. ദെൻ റെഡിനോട് പ്രതികരിക്കുന്ന പോർഫൈറോപ്സിൻ എന്ന് പറയുന്ന 3 തരം പിഗ്മെന്റ് ആണ്. അവിടെയും ഉണ്ട് ഈ ഓപ്സിൻ പിഗ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. ദെൻ സിസ് റെറ്റിനാൽ ഉണ്ട്. വെളിച്ചം അടിക്കുമ്പോഴത്തേക്കും ഇതാണ് കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുക. ആൻഡ് ദിസ് റോഡ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഫോർ നൈറ്റ് വിഷൻ അല്ലെങ്കിൽ ഡാർക്ക് വിഷൻ, അല്ലെങ്കിൽ നമുക്കതിനെ സയന്റിഫിക് ആയിട്ട് സ്കോട്ടോപിക് വിഷൻ എന്നാണ് പറയാം. അല്ലെങ്കിൽ നമുക്കതിനെ മോണോക്രോമാറ്റിക് വിഷൻ എന്നും പറയും. മോണോക്രോമാറ്റിക് വിഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇതതിനല്ല, ഇത് 3 കളറിനോട് പ്രതികരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോ ദിസ് ഈസ് ഫോർ കളർ വിഷന് വേണ്ടിയിട്ടുള്ള. സോ റോഡ്സ് ആർ ഫോർ കളർ വിഷൻ. ഇത് വെളിച്ചം വളരെ കുറവാണെങ്കിലും ഇത് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് രാത്രി കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഡാർക്ക് വിഷന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയാം. ഇത് പക്ഷെ നല്ല വെളിച്ചമുള്ളപ്പോൾ മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുക. നല്ല വെളിച്ചത്തിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ് കോൺസ് എന്ന് പറയും. ആൻഡ് ഈ റോഡ്സിനും കോൺസിനും ഔട്ടർ സെഗ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ഇന്നർ സെഗ്മെന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇന്നർ സെഗ്മെന്റ് കഴിഞ്ഞിട്ടാണ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയസ് ഉള്ള ഭാഗം. ഓക്കെ, ദെൻ പിന്നീട് ഇത് അടുത്ത ന്യൂറോണൽ സെല്ലുമായിട്ട് ഒട്ടിച്ചേരുന്ന ഭാഗമാണ്. ഞാൻ ഈ പടം ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി മാറ്റി വരച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഔട്ടർ 1 ലെയർ പറഞ്ഞു, റെറ്റിനൽ പിഗ്മെന്റ് എപ്പിത്തീലിയൽ ലെയർ പറഞ്ഞു. രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഈ ഫോട്ടോ പിഗ്മെന്റ് സെല്ലിന്റെ തന്നെ ഈ ലെയർ, ഈ ഫോട്ടോ പിഗ്മെന്റ്സ് ഉള്ള സ്ഥലമാണ്. റോഡ്സിന്റെയും കോൺസിന്റെയും ഒക്കെ ഫോട്ടോ പിഗ്മെന്റ് ലെയർ ആണ് രണ്ടാമത്തെ ലെയർ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ലെയർ. മൂന്നാമത്തെ ലെയർ ഞാൻ പിന്നീട് പറയാം. മൂന്നാമത്തെ ലെയർ തൽക്കാലം നമുക്കൊരു സസ്പെൻസ് ആയിട്ട് കിടക്കട്ടെ. നാലാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നമുക്ക് നോക്കുക, ഈ ന്യൂക്ലിയസ് എല്ലാം ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, എല്ലാം ഒരുമിച്ചായിരിക്കുക റോഡ്സിന്റെയും കോൺസ്. സോ ഈ ലെയറിനെ നമുക്ക് ഔട്ടർ ന്യൂക്ലിയർ ലെയർ എന്ന് പറയാം. സോ ഔട്ടർ ന്യൂക്ലിയർ ലെയർ ഓഫ് ആരുടെയാണ്? റോഡ്സ് ആൻഡ് കോൺസ് ആണ് നാലാമത്തെ ലെയർ ഓഫ് ദ റെറ്റിന. റെറ്റിനയുടെ നാലാമത്തെ ലെയർ ഇതാണ്. മൂന്നാമത്തെ ലെയർ നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ റോഡ്സ് ആൻഡ് കോൺസിൽ ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. റോഡോപ്സിൻ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോപ്സിൻ അങ്ങനെയൊക്കെയുള്ള പിഗ്മെന്റുകളൊക്കെ ഉണ്ട്. ഈ പിഗ്മെന്റ് ഒക്കെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കും
അതിൽ ചെറിയ കൺഫർമേഷൻ ചേഞ്ചസ് ഒക്കെ വരും. അത് കഴിഞ്ഞിട്ട് അവയെ നമ്മൾ റീസൈക്കിൾ ചെയ്യാനായിട്ട് അവ എടുത്ത് ഇതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് നന്നാക്കി വേണം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ദിസ് ഈസ് അനദർ ഫംഗ്ഷൻ ഓഫ് റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ. സോ റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ ഹാസ് ഗോട്ട് സം അതർ ഫംഗ്ഷൻസ്. നേരത്തെ പറഞ്ഞ ഫംഗ്ഷനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഇവിടെയുള്ള ഇതിന്റെ സ്ട്രക്ചറൽ ഫംഗ്ഷൻ കൂടി ഇവ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ റീസൈക്ലിംഗ് ഓഫ് ഫോട്ടോ പിഗ്മെന്റ്സ്. അതാണ് ഒരു ഫംഗ്ഷൻ ഓഫ് പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ ലെയർ. ഇനി റോഡ്സിന്റെയും കോൺസിന്റെയും അറ്റത്ത് വന്ന് ഒട്ടിച്ചേരുന്ന സെല്ലുകളെ നമുക്ക് ബൈപോളാർ സെൽസ് എന്ന് വിളിക്കാം. ഞാനപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ഇവിടെ വരയ്ക്കാം. ഇവിടെ ഒരു ബൈപോളാർ, ഇവിടെ ഒരു ബൈപോളാർ, ഇവിടെ വന്ന് കോൺസിൽ വന്ന് ഒട്ടിച്ചേരുന്നു. പക്ഷെ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് റോഡ്സിൽ ഒട്ടിച്ചേരുന്നു, ഇവിടെ റോഡ്സ് ഒട്ടിച്ചേരുന്നു, ഇവിടെ റോഡ്സിൽ ഒട്ടിച്ചേരുന്നു. ആൻഡ് ബൈപോളാർ എന്നാണ് പേര്. ബൈപോളാർ എന്ന് പറയുമ്പോൾ അപ്പുറവും ഇപ്പുറവും ആക്സോണും ഡെൻഡ്രൈറ്റും മറ്റ് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. സോ ഇതാണ് ബൈപോളാർ സെൽ ലെയർ. സോ ബൈപോളാർ സെൽ ലെയർ റൂട്ട്സിനെയും കോൺസിനെയും മറ്റൊരു സെല്ലുമായിട്ടാണ് ബന്ധിപ്പിക്കുക. മറ്റൊരു സെൽ ഏതാണെന്ന് ചോദിച്ചാൽ ആ സെല്ലിന്റെ പേര് ഗാംഗ്ലിയോൺ സെൽസ് എന്നാണ്. സോ ഇവിടെ ഞാൻ ഗാംഗ്ലിയോൺ സെൽ വരയ്ക്കുകയാണ്. ഗാംഗ്ലിയോൺ സെൽസ്, ഗാംഗ്ലിയോൺ സെൽസ്, ഇവിടെ ഗാംഗ്ലിയോൺ സെൽസ്. സോ ഗാംഗ്ലിയോൺ സെൽസിന്റെ അറ്റം ഇവിടെ വന്ന് ഒട്ടിച്ചേരും. ഗാംഗ്ലിയോൺ സെൽ ഇവിടെ വന്ന് ഗാംഗ്ലിയോന്റെ ആക്സോൺ, വലിയ ആക്സോൺ ആണ്. അത് ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. ഇത് ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഇത് പുറത്തേക്ക് പോകും. ഇതിനെയാണ് നമ്മൾ ഓപ്റ്റിക് നെർവ് എന്ന് വിളിക്കുക. ഓപ്റ്റിക് നെർവ് എന്ന് വിളിക്കുന്നത് ഗാംഗ്ലിയോൺ സെൽസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഈ ആക്സോണുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ ഓപ്റ്റിക് നെർവ് എന്ന് വിളിക്കുക. സോ അപ്പോൾ ഇവിടെ അടുത്ത സെല്ലാർ നമുക്ക് പറയാം, 4 പറഞ്ഞു. ആൻഡ് ഇത് 8ാമത്തെ സെല്ലാറാണ്, 8th സെല്ലാർ. 4 കഴിഞ്ഞ് ഞാൻ 8ാമത്തെയാണ് പറഞ്ഞത്. ആൻഡ് ഈ പോകുന്ന ഒപ്റ്റിക് നെർവ് ഓർ ഗാംഗ്ലിയോൺ, അതിന്റെ കെട്ടിനെ നമുക്ക് ഗാംഗ്ലിയോൺ ഫൈബറിനെ നമുക്ക് 9ാമത്തെ സെല്ലാറായിട്ട് കൂട്ടാം. സോ 8ാമത്തെ പറഞ്ഞു, 9ാമത്തെ പറഞ്ഞു. ഈ ബൈപോളാർ സെൽസിന്റെ അറ്റം റൂട്ട്സും കോൺസുമായിട്ട് ഒരേ രീതിയിലല്ല കണക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കോൺസ് ആണെങ്കിൽ ഒരു ബൈപോളാർ സെൽ ഒരു കോണുമായിട്ട് കണക്ട് ചെയ്യുന്നു, അത് നേരെ ഗാംഗ്ലിയയിലേക്ക് കണക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനെയല്ല. ഒരു ബൈപോളാർ സെൽസ് നിരവധി, ഇതിപ്പോ 3 വരച്ചിരിക്കുന്നത്, നിരവധി റോഡ്സുമായിട്ട് ഒരേ സമയം കണക്ട് ചെയ്തിരിക്കുകയാണ്. 10 to 20 റോഡ്സ്. ആൻഡ് ഇതേപോലെ ഡിഫറെന്റ് ബൈപോളാർ സെൽസ് ഡിഫറെന്റ് ഗാംഗ്ലിയോണുമായിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡിഫറെന്റ് ബൈപോളാർ സെൽസിൽ നിന്നുള്ള കണക്ഷൻ 10-20 ബൈപോളാർ സെൽസിൽ നിന്ന് ഒറ്റൊരു ഗാംഗ്ലിയോണിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഈ കണക്ഷൻ നമ്മൾ വിളിക്കുക കൺവേർജൻസ് കണക്ഷൻസ് എന്നാണ്. കൺവേർജൻ ഇത് നേരെ സീരിയൽ കണക്ഷൻ ആണ്, സ്ട്രേറ്റ് കണക്ഷൻ ആണ്. സോ ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണക്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറുതായിട്ട് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവുന്നില്ല. ആക്ഷൻ പൊട്ടൻഷ്യൽ ഗാംഗ്ലിയോണിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ ചെറുതായിട്ട് ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. സോ ഇവിടെ ഗ്രേഡഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നു, ഇവിടെ ഉണ്ടാവുന്നു, ഇവിടെ ഉണ്ടാവുന്നു. സോ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇവിടെ വന്നിട്ട് വലിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് പോവുക. ഒരു ചെറിയ ഒരു കാഴ്ച പോലും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റോഡ്സിന് രാത്രി നൈറ്റ് വിഷൻ ഓർ ഡിം വിഷന് പറ്റുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ കാണുന്ന അത്ര ക്ലിയർ ആയിരിക്കില്ല. കാരണം ഇവിടെ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ഇവിടെ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ഇവിടെ നിന്ന് ഒരു മെസ്സേജ് വരുന്നു, ഇവിടെ നിന്നൊക്കെ വരുന്ന മെസ്സേജ് എല്ലാം കൂടി ഒറ്റ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കും പോവുക. അപ്പൊ അതുകൊണ്ട് ക്ലാരിറ്റി കുറവായിരിക്കും, കൃത്യത കുറവായിരിക്കും, വിഷ്വൽ അക്യൂറ്റി നഷ്ടപ്പെടും. പക്ഷെ ചെറുതായാലും അത് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൃത്യമാണ്. ഈ കോൺ കാണുന്നത് ബൈപോളാർ സെൽ ഗാംഗ്ലിയോൺ നേരെ ബ്രെയിനിലേക്ക് പോവാണ് ഇന്റർപ്രറ്റ് ചെയ്യുക. ഓരോന്നും നല്ല വ്യക്തത ആയിരിക്കും. സോ ദിസ് ഈസ് ഹാവിങ് ഹൈ വിഷ്വൽ അക്യൂറ്റി. വിഷ്വൽ അക്യൂറ്റി എന്ന് വെച്ചാൽ ഏറ്റവും കൃത്യമായിട്ട് കാണുന്നത് ഇതിന് കൂടുതലായിരിക്കും. പക്ഷെ അധികം വെളിച്ചത്തിൽ മാത്രമാണ് ഇത് നടക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. രാത്രിയിൽ ഒരു ഇരുട്ടത്ത് ഇപ്പൊ നമ്മൾ കാണുകയാണെങ്കിൽ, ഒരു കാറ് പോവാണെങ്കിൽ കാറ് പോയി, അതിന്റെ കളറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് രാത്രി അത് കാണാൻ പറ്റില്ല. ഈ കോൺസ് വെച്ചിട്ട് നമുക്ക്, പകലാണെങ്കിലോ വെളുത്ത കാറാണെന്നോ കറുത്ത കാറാണെന്നോ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റും. സോ അതാണ് ഈ ടൈപ്പ് ഓഫ് കണക്ഷന്റെ പ്രത്യേകത. സോ ഇവിടെ one cone is connected to one bipolar cell and to one ganglion, while here many rods are connected to one bipolar cell. So ഇതിന്റെ പേര് നമ്മൾ എഴുതിയില്ല, ബൈപോളാർ സെൽസ് ആണ്. ബൈപോളാർ സെൽസ് ആൻഡ് ടു ഡിഫറെന്റ് ഗാംഗ്ലിയോൺ. അപ്പോൾ വിഷ്വൽ അക്യൂറ്റി കുറവായിരിക്കും. അപ്പൊ ഇത് ഇരുട്ടത്തും കാണാം, ഇത് വെളിച്ചത്ത് മാത്രമേ കാണാനായിട്ട് പറ്റൂ. ഇനി ഈ റോഡ്സും കോൺസും, ഇത് റോഡ്സ് ആണ്, ഇത് കോൺസ് ആണ്. ഇതും ബൈപോളാറും കൂടി കണക്ട് ചെയ്യുന്ന ഇവിടെ
ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കുറച്ച് സെൽസ് ഉണ്ട്. സോ അതിനെ നമുക്ക് ഹൊറിസോണ്ടൽ സെൽസ് എന്നാണ് നമ്മൾ വിളിക്കുക, ഹൊറിസോണ്ടൽ സെൽ. അതേപോലെ ഇതും ബൈപോളാർ സെൽസും ഗാംഗ്ലിയോൺ സെൽസും കണക്ട് ചെയ്യുന്ന സ്ഥലത്തും കുറച്ച് സെൽസുകളുണ്ട്. സോ അതിനെ നമുക്ക് അമാക്രിൻ സെൽസ് എന്നാണ് വിളിക്കുക, അമാക്രിൻ സെൽസ് ആൻഡ് ഹൊറിസോണ്ടൽ സെൽസ്. സോ അവിടെയൊക്കെ ന്യൂക്ലിയസ് ഇവിടെ ആയിട്ടാണ് ഇരിക്കുക. ഇനി ഈ ജംഗ്ഷനും കൂടി കണക്ട് ചെയ്യുന്ന മറ്റു ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ഈ ജംഗ്ഷൻ ടു അതിനെ നമ്മൾ ഐ സെൽസ് എന്നാണ് വിളിക്കുക, ഐ സെൽസ്. ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇവിടെ കണക്ട്, ഐ സെൽ. സോ ഇന്റർഫ്ലെക്സിഫോം സെൽസ് എന്നാണ് അതിനെ വിളിക്കുക, ഇന്റർഫ്ലെക്സിഫോം സെൽ. സോ ന്യൂറോൺസിനെ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളെ നമ്മൾ പ്ലക്സസ് എന്നാണ് വിളിക്കുക, പ്ലക്സസ് എന്നാണ് വിളിക്കുക. അതുകൊണ്ടാണ് അവയെ ഇന്റർപ്ലെക്സിഫോം സെൽസ് എന്ന് വിളിക്കുക. സോ ഈ ബൈപോളാർ സെൽസും റോഡ്സും കോൺസും ഹൊറിസോണ്ടൽ സെൽസും കണക്ട് ചെയ്യുന്ന ഈ ഭാഗം, ദിസ് ഏരിയ, ഇതിനെ നമ്മൾ ഇത് നമ്മൾ ഔട്ടർ ന്യൂക്ലിയർ ലെയർ ആയിരുന്നു നാലാമത്തെ, അപ്പൊ ഇത് അഞ്ചാമത്തെ ഔട്ടർ പ്ലെക്സിഫോം ലെയർ എന്ന് വിളിക്കും. സോ അഞ്ചാമത്തെ ലെയർ, ഫിഫ്ത്ത് ലെയർ ഈസ് ഔട്ടർ പ്ലെക്സിഫോം ലെയർ. സോ ദിസ് ദ ഫിഫ്ത്ത് ലെയർ ഓഫ് റെറ്റിന. ആൻഡ് ബൈപോളാർ സെൽസ്, ഐ സെൽസ്, എച്ച് സെൽസ്. സോ എച്ച് സെൽസ് ഹൊറിസോണ്ടൽ സെൽസ്, ബൈപോളാർ സെൽസ് ഇത് ബൈപോളാർ സെൽസ് ആണെന്ന് പറഞ്ഞു, ഇത് അമാക്രിൻ സെൽസ് ആണ്, ഐ സെൽസ്. എല്ലാത്തിന്റെയും ന്യൂക്ലിയസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ സിക്സ്ത് ലെയർ. ആ ലെയറിനെ നമ്മൾ ഇന്നർ ന്യൂക്ലിയർ ലെയർ എന്ന് വിളിക്കും, ഇന്നർ ന്യൂക്ലിയർ ലെയർ. സോ ഇവിടെ ഒരു ന്യൂക്ലിയർ ലെയർ ഉണ്ടായിരുന്നു നാലാമത്തെ, അത് റൂട്ട്സിന്റെയും കോൺസിന്റെയും ആണ്. അതിനെ നമ്മൾ ഔട്ടർ ന്യൂക്ലിയർ ലെയർ എന്നാണ് വിളിച്ചത്. സോ ഇത് ഇന്നർ ന്യൂക്ലിയർ ലെയർ ആണ്. സോ ദിസ് ഈസ് ദ സിക്സ്ത് ലെയർ. ആൻഡ് ഇവിടെ ഈ കണക്ഷൻ പ്ലെക്സസ് ഫോം ചെയ്യുന്ന ഈ ലെയറിനെ നമുക്ക് അപ്പോൾ അടുത്തത് ഇന്നർ പ്ലെക്സിഫോം ലെയർ എന്ന് വിളിക്കാം, ഇന്നർ പ്ലെക്സിഫോം ലെയർ. സോ ഔട്ടർ പ്ലെക്സിഫോം ലെയർ, ഇന്നർ ന്യൂക്ലിയർ ലെയർ ആൻഡ് ഇന്നർ പ്ലെക്സിഫോം ലെയർ. ഇപ്പോൾ അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ നമ്മൾ പറഞ്ഞു ഗാംഗ്ലിയോൺ ലെയർ കഴിഞ്ഞു, ഒമ്പതാമത്തെ നമ്മൾ കണ്ടു. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ലെയറും പത്താമത്തെ ലെയറും മാത്രമാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളെല്ലാം ന്യൂറോണൽ ലെയേഴ്സും ഇപ്പൊ കണ്ടു കഴിഞ്ഞു. എപ്പിത്തീലിയൽ സെൽസ് ലെയർ കണ്ടു, ന്യൂറോണൽ സെൽസ്. ഇനിയുള്ളത് സം ന്യൂറോൺസുകളെ ഇന്റർ കണക്ട് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന അതിനെ നമ്മൾ ന്യൂറോഗ്ലിയൽ സെൽസ് എന്നാണ് പറയുന്നത്. സോ ഇനി നമുക്ക് കാണാനുള്ളത് ന്യൂറോഗ്ലിയൽ സെൽസും അതുണ്ടാക്കുന്ന എന്തെങ്കിലും ലെയർ ഉണ്ടെങ്കിൽ അതും കൂടിയാണ് നമുക്കിനി കാണാനുള്ളത്. സോ ഗ്ലയൽ സെൽസ് ആർ സപ്പോർട്ടിംഗ് സെൽസ്. നമുക്കറിയാം സപ്പോർട്ടിംഗ് സെൽസ് ഓഫ് CNS ലുണ്ട്, PNS ലുണ്ട്. ഓക്കെ, സോ ഇത് CNSന്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയുള്ള ഗ്ലയൽ സെൽസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇവിടെ നമ്മൾ ഒരുപാട് സെല്ലാർ കണ്ടു. ഈ സെല്ലാറൊക്കെ അങ്ങനെ വെറുതെ അങ്ങ് ഇരിക്കില്ല. നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ. സോ ദർ മസ്റ്റ് ബി എ ഫ്രെയിം വർക്ക് കൊടുക്കുന്നതാണ് സാധാരണ ന്യൂറോഗ്ലിയൽ സെൽ. സോ ഇവിടെ അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് കൊടുക്കുന്ന സെല്ലുണ്ട്. ആ സെല്ലിന്റെ പേര് മുള്ളർ സെൽസ് എന്നാണ്. സോ മുള്ളർ സെൽ, മുള്ളർ, MULLER, മുള്ളർ സെൽസ് എന്ന് പറയുന്ന ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് ഇവിടെ ഈ ഫ്രെയിം വർക്ക് കൊടുക്കുക. സോ അതെങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫ്രൂട്ട് പ്രോസസ്സസ് ഇവിടെയാണ് ഇരിക്കുക. ഫുഡ് പ്രോസസ് എന്ന് വെച്ചാൽ അതിന്റെ അറ്റം ഇവിടെയാണ് ഇരിക്കുക, അത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. അതിന്റെ ഈ അറ്റം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ പോയിട്ട് ഇവിടെ ഇത് കണക്ട് ചെയ്യുന്നത് ഇവിടെ ഈ സെല്ലുകളുടെ ഇവയുടെ കണക്ഷൻസ് പോയി ഈ റൂട്ട്സ് ആൻഡ് കോൺസിന്റെ ഇന്നർ സെഗ്മെന്റിന്റെ ഇവിടെ ഇങ്ങനെ പോയി പിടിക്കും. ഇന്നർ സെഗ്മെന്റിൽ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, സോ ഇത് നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാ ഭാഗങ്ങളും കൂടി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാട്ട് വി ക്യാൻ സീ ഈസ് ദാറ്റ് ഇവിടെ ഒരു ലെയർ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബിക്കോസ് ഓഫ് ദിസ്. ഓക്കെ, സോ ഇറ്റ് ലുക്സ് ലൈക്ക് എ മെംബ്രെയിൻ ആൻഡ് ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഔട്ടർ ലിമിറ്റിംഗ് ലാമിനാർ ലെയർ. ഔട്ടർ ലിമിറ്റിംഗ് ലെയർ എന്നോ ഔട്ടർ ലിമിറ്റിംഗ് ലാമിന എന്ന് വെച്ചാൽ ലെയർ തന്നെയാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഔട്ടർ ലിമിറ്റിംഗ് ലാമിന ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോ അതാണ് നമ്മൾ പറയാതെ വിട്ട മൂന്നാമത്തെ ലെയർ. ആൻഡ് ഈ കാണുന്നത് ഇവിടെ ഇതിന്റെ പുറത്ത്, സോ ഔട്ടർ മോസ്റ്റ് ടു ദിസ് ഒപ്റ്റിക് നെർവിന്റെ തൊട്ട് പുറകുവശത്തുള്ള ഭാഗം ഇവിടെ നമ്മളപ്പോൾ എന്തായിരിക്കും വിളിക്കുക? ഔട്ടറിന് പകരം ഇന്നർ. ഇത് കണ്ണിന്റെ ഉൾവശമാണ്. ഇന്നർ ലിമിറ്റിംഗ് ലാമിന ഓർ മെംബ്രെയിൻ. സോ ഔട്ടർ ആൻഡ് ഇന്നർ ലിമിറ്റിംഗ് ലാമിനാർ ലെയർ ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഫ്രെയിം വർക്ക് കൊടുക്കുന്ന ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ മുള്ളർ സെൽസ് ഇവിടെ വരയ്ക്കാം, ഇവിടെയൊക്കെ വരയ്ക്കാം. മുള്ളർ സെൽസിന്റെ ഒരു ഫ്രെയിം വർക്കിലാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ തേർഡ് ലെയർ. ഇതാണ് മൂന്നാമത്തെ ലെയർ, ഔട്ടർ ലാമിനാർ ലെയർ, ഔട്ടർ ലിമിറ്റിംഗ് ലെയർ ആൻഡ് ഇന്നർ ലിമിറ്റിംഗ് ലെയർ
ആണ് 10ാമത്തെ ലെയർ. സോ 10 ലെയറും നമ്മൾ പറഞ്ഞു. ആൻഡ് ഇനി നമുക്ക് വേണ്ടത് വാട്ട് ആർ ദ അതർ ന്യൂറോഗ്ലിയൽ സെൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനി നമുക്ക് മൈക്രോഗ്ലിയൽ സെൽസ് കാണാം. മൈക്രോഗ്ലിയ എന്ന് വെച്ചാൽ എന്താ? മൈക്രോഗ്ലിയ ഈസ് നത്തിങ് ബട്ട് WBC തന്നെ. WBCയുടെ മാക്രോസൈറ്റ്സ് ന്യൂറോണിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുക മൈക്രോഗ്ലിയൽ സെൽസ് എന്നാണ്. ദെൻ പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ആസ്ട്രോസൈറ്റ്സ് ആണ്. ആസ്ട്രോസൈറ്റ്സ്. സോ ദർ ആർ സം ആസ്ട്രോസൈറ്റ്സ് ആർ ഓൾസോ ദർ. സോ ഇങ്ങനെയൊക്കെയുള്ള സെല്ലുകൾ. സോ മൈക്രോഗ്ലിയ പ്രൊട്ടക്റ്റീവ് ആൻഡ് ഫാഗോസൈറ്റിക് സെൽസ് ആണ്. ആസ്ട്രോസൈറ്റ്സും ഫ്രെയിം വർക്കും സഹായിക്കാനായിട്ട് ചെയ്യുന്ന ഇതുകളാണ്, സെൽസുകളാണ്. സോ ഇതാണ് ഈ 3 തരം സെൽസ് ആണ്. അപ്പൊ ന്യൂറോഗ്ലിയൽ സെൽസ് ഉള്ളത് മുള്ളർ ഉണ്ട്, ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്, മൈക്രോഗ്ലിയൽ സെൽസ് ഉണ്ട്. 3 തരം സെൽ. ഇനി ഗാംഗ്ലിയോൺ സെൽസിൽ ചില ഗാംഗ്ലിയോൺ സെൽ, സം ഓഫ് ദിസ് ഗാംഗ്ലിയോൺ സെൽ ലൈറ്റിനോട് സെൻസിറ്റീവ് ആണ്, ഫോട്ടോ സെൻസിറ്റീവ് ആണ്. ഫോട്ടോ സെൻസിറ്റീവ് നമുക്കറിയാം, വെളിച്ചം ഇവിടെ നിന്നാണ് വരുന്നത് അല്ലെ, ഈ സൈഡിൽ നിന്ന് വരുന്നത് ഇവിടെ വന്ന് അടിക്കുകയാണ്, ഇങ്ങനെയാണ് വെളിച്ചം പോകുന്നത്. ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. സോ ദീസ് ആർ കോൾഡ് ആസ് ഫോട്ടോ സെൻസിറ്റീവ് ഗാംഗ്ലിയോൺ സെൽസ് എന്ന് നമുക്ക് ഇവയെ വിളിക്കാം. സോ ഇവിടെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിച്ചം കാണുകയല്ല, രാത്രിയും പകലും തിരിച്ചറിയാനായിട്ട് സിർക്കാഡിയൻ റിതം, നമ്മൾ സിർക്കാഡിയൻ റിതം ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ നമ്മൾ ഈ സെൽസുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഫോട്ടോ റിസെപ്റ്റർ ഗാംഗ്ലിയോൺ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീ സെൽസ് ആർ സെൻസിറ്റീവ് ടു ലൈറ്റ്. സോ രാവും പകലും തിരിച്ചറിയാനായിട്ട്, ചൂടും ഒക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുന്ന, അതിന്റെ ട്രാക്ട് പോകുന്നത് നേരെ ഒപ്റ്റിക് നെർവിലേക്കല്ല, വേറെ സുപ്രാചയസ്മാറ്റിക് ന്യൂക്ലിയസ് SCN ഓഫ് ഹൈപ്പോതലാമസിലേക്കാണ് പോകുന്നത്. അത് വേറെ വഴിയാണ് പോകുന്നത്. മറ്റേ ഇത് കാഴ്ച ഒപ്റ്റിക് നെർവിലേക്കാണ് പോകുന്നത്. സോ ഇങ്ങനെ ഒരു സെല്ല് കൂടി ഇവിടെ ഉണ്ട്. സോ റെറ്റിനൽ സെൽ നമ്മൾ കണ്ടത് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് റെറ്റിനൽ പിഗ്മെന്റഡ് എപ്പിത്തീലിയൽ സെൽ ആണ്. സോ അങ്ങനെ ഒരു സെൽസ് ഉണ്ട്. ദെൻ ന്യൂറോണൽ സെൽസ് നമ്മൾ കണ്ടത് ഫോട്ടോ പിഗ്മെന്റ് സെൽസ് കണ്ടു, റോഡ്സ് കണ്ടു, കോൺസ് കണ്ടു. ദെൻ ബൈപോളാർ സെൽസ് കണ്ടു, ഹൊറിസോണ്ടൽ സെൽസ് ഇവിടെ നമ്മൾ കണ്ടു, അമാക്രിൻ സെൽസ് നമ്മൾ കണ്ടു, ഐ സെൽസ് നമ്മൾ കണ്ടു, ഗാംഗ്ലിയോൺ സെൽസ് നമ്മൾ കണ്ടു. ദെൻ ന്യൂറോഗ്ലിയൽ സെൽസ് 3 നമ്മൾ കണ്ടു. ഒന്ന് മുള്ളർ സെൽസ് ആണ്. ദെൻ പിന്നെയുള്ളത് ആസ്ട്രോസൈറ്റ്സ് ആണ്, മൈക്രോഗ്ലിയ. സോ ഇത്രയും സെൽസ് നമ്മൾ കണ്ടു. പിന്നെ കണ്ടത് ലെയർ, ഇനി ഒന്ന് ഓർഡറിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് ഔട്ടർ പിഗ്മെന്റഡ്, ഇതാണ് എപ്പിത്തീലിയൽ പിഗ്മെന്റഡ് ലെയർ നമ്മൾ കണ്ടു. അതിനകത്ത് മെലാനിൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ റോഡ്സ് ആൻഡ് കോൺസിന്റെ ഔട്ടർ ഭാഗമാണ്, ഇതാണ് 2ാമത്തെ ലെയർ. 3ാമത്തെ ലെയർ എന്ന് പറഞ്ഞത് എക്സ്റ്റേണൽ ഓർ ഔട്ടർ, എക്സ്റ്റേണൽ എന്ന് പറയും അല്ലെങ്കിൽ ഔട്ടർ ലിമിറ്റിംഗ് മെംബ്രെയിൻ നമ്മൾ കണ്ടു. ദെൻ കണ്ടത് 4ാമത്തെ ലെയർ എന്ന് വെച്ചാൽ ഇതാണ്, ഈ ലെയർ മാത്രമാണ് ന്യൂക്ലിയസ് ഓഫ് റോഡ്സ് ആൻഡ് കോൺസ് ആണ്, അതിന് നമ്മൾ ഔട്ടർ ന്യൂക്ലിയർ ലെയർ എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കണ്ടത് ഔട്ടർ പ്ലെക്സിഫോം ലെയർ ആണ്, ഈ കണക്ഷൻ ലെയർ നാം പ്ലെക്സിഫോം എന്ന് പറയുന്നു. ദെൻ ഈ ന്യൂക്ലിയസ്, മുള്ളർ സെൽസിന്റെ ന്യൂക്ലിയസ് ഉൾപ്പെടെയുള്ള എല്ലാ ഹൊറിസോണ്ടൽ സെൽസ്, ബൈപോളാർ സെൽസ്, അമാക്രിൻ സെൽസ്, ഐ സെൽസ് എല്ലാത്തിന്റെയും കൂടി ന്യൂക്ലിയസ് ഉള്ള ലെയറിനെ നമ്മൾ ഇന്നർ ന്യൂക്ലിയർ ലെയർ എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ കണ്ടത് ഇന്നർ പ്ലെക്സിഫോം ലെയർ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് ഗാംഗ്ലിയോൺ സെൽസ് ഇരിക്കുന്ന ഗാംഗ്ലിയോൺ സെൽ ലെയർ ആണ് കണ്ടത്. ദെൻ ഒപ്റ്റിക് നെർവ് ആയിട്ട് പോകുന്ന നെർവ് ഫൈബർ കണ്ടു. ആൻഡ് 10ാമത്തെ നമ്മൾ കണ്ടത് ഇന്റേണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ, ഇന്നർ ഓർ ഇന്റേണൽ നമ്മളെ ഇന്റേണൽ ലിമിറ്റിംഗ് ലാമിന ഓർ മെംബ്രെയിൻ. സോ ഇതാണ് 10 ലെയേഴ്സ് ആൻഡ് സെൽസ് ഓഫ് റെറ്റിന. സോ ഇനി അടുത്ത വീഡിയോ നമുക്ക് ഫിസിയോളജി ഓഫ് വിഷൻ ആണ് പറയേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.